സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബിദിൽ ഡോക്ടറുടെ പ്രതികരണമാണ് ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത്. ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് എന്നായിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ ലളിതാംബിക ഡോക്ടർ അല്ല ഈ ശസ്ത്രക്രിയ നടത്തിയതെന്ന് പറയുന്നു. മറ്റാരാണ് നടത്തിയതെന്ന് ഒരു 10 മണിയാകുമ്പോൾ തന്നെ അറിയാമെന്ന് ഡോക്ടർ തന്നെ പറയുന്നു. ഡോക്ടറുടെ സംഭാഷണത്തിനിടയ്ക്ക് ശ്രദ്ധിച്ചത് മറ്റൊരു 20 വർഷം മുൻപ് നടത്തിയ ശസ്ത്രക്രിയയുടെ കാര്യം കൂടി പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഡോക്ടർ പറയുന്നത്? ഈ കേസിൽ എന്താണ് ഡോക്ടറുടെ വിശദീകരണം? സിബി, ഇതിലെന്തായാലും ഈ അമൃത ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയാണ് ഉഷ. ഇവിടെ ഉഷയുടെ മകൻ ഷിബിൻ രാവിലെ പ്രതികരിച്ചപ്പോഴൊക്കെ തന്നെ ഈ ലളിതാംബിക ഡോക്ടറുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിബിൻ പറഞ്ഞത്. എന്തായാലും കുടുംബത്തിന് അറിയാവുന്ന ഡോക്ടർ എന്ന് പറയുന്നത് ഈ ലളിതാംബിക ഡോക്ടറാണ്. ഇനിയിപ്പോൾ ഓപ്പറേഷൻ ആരാണ് നേരിട്ട് ചെയ്തടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറിൽ വ്യക്തമാകുമെന്നാണ് ഇപ്പോൾ ഡോക്ടർ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ. എന്തായാലും ഇതിൽ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഉഷ ജോസഫിന്റെ മകൻ ഷിബിൻ അല്പസമയം മുമ്പ് മാധ്യമവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതിൽ കൃത്യമായ നടപടി വേണം, നഷ്ടപരിഹാരം വേണം. ആരോഗ്യമന്ത്രിയോ ആരോഗ്യവകുപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയും ഈ കുടുംബവുമായി സംസാരിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സങ്കടം കൂടി ഇപ്പോൾ മകൻ പറയുകയും ചെയ്തു. ഇതിൽ ഇന്നലെ രാത്രിയാണ് ഈ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ രാവിലെ CT സ്കാനും മറ്റും എടുക്കുന്നുണ്ട്. അതിനുശേഷം ഉടൻ തന്നെ ശസ്ത്രക്രിയ എന്ന രീതിയിലേക്കാണ് ഡോക്ടർമാർ പോകുന്നത്. ഇന്നിപ്പോൾ 10 മണിയോടെ തന്നെ ഈ CT സ്കാൻ ലഭിച്ച ശേഷം ഡോക്ടർമാർ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ഈ കത്രിക ഇത് ശരീരത്തിൽ ഏത് സ്ഥാനത്താണ് അടക്കമൊക്കെ നോക്കിയതിനു ശേഷമായിരിക്കും ഒരു തീരുമാനമെടുക്കുക. ഇന്ന് തന്നെ ഉടൻ തന്നെ ആ ശസ്ത്രക്രിയയിലൂടെ ഈ കത്രിക റിമൂവ് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഈ CT സ്കാനും മറ്റും ശേഷമായിരിക്കും ഏത് രീതിക്ക് എത്രത്തോളം അത് ബുദ്ധിമുട്ട് ഏറിയതാണെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയുള്ളൂ. എന്തായാലും ചികിത്സ ഇനിയിപ്പോൾ വണ്ടാനം മെഡിക്കലുള്ള ഇവിടെ തന്നെ ഈ സ്വകാര്യ ആശുപത്രി തന്നെ അയക്കുമെന്ന് ഇപ്പോൾ കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ആവശ്യപ്പെടുന്നത് സാധാരണക്കാരനായ പാവപ്പെട്ട ആളുകളായി ഞങ്ങളൊക്കെ ഈ സർക്കാർ ആശുപത്രിയിൽ പോകേണ്ട സ്ഥിതി വരുന്നത് പണമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ പോകുമ്പോൾ ഇത്തരം സാഹചര്യം ഉണ്ടാകുന്നു. അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല. ഇതിപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് തന്നെ ഇപ്പോഴും ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ ആരും നേരിട്ട് വിളിക്കുകയോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു സഹായമോ നൽകിയിട്ടില്ല എന്നുള്ളൊരു ആരോപണവും കൂടി ഇവർ ഉന്നയിക്കുകയാണ്. ശക്തമായ നടപടി വേണം, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മകൻ ഷിബിൻ വ്യക്തമാക്കുന്നത്. അതുകൂടാതെ ഇതുമായി കഴിഞ്ഞ 5 വർഷത്തിലധികമായി ഈ കത്രികയുമായി നിരവധി തവണ അല്ലെങ്കിൽ ഈ കത്രിക വയറ്റിനുള്ളിലുള്ള ഒരു അസ്വസ്ഥയുമായി നിരവധി തവണ ആശുപത്രികളിൽ പോയി ആദ്യം വയറുവേദനയാണെന്ന് ചിന്തിച്ചു. പിന്നീടാണ് ഇത്തരത്തിലൊരു മുഴ പോലെ കാണപ്പെട്ടു. അങ്ങനെ പല രീതിയിൽ പല അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി തവണ ആശുപത്രിയിൽ പോവുകയും പിന്നീട് മൂത്രത്തിൽ കല്ലാണെന്ന് അടക്കമുള്ളൊക്കെ ഡോക്ടർമാർ പറയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നിരവധി തവണ ആശുപത്രിയിൽ പോവുകയും കഴിഞ്ഞ 5 വർഷമായി ഈ ഉഷ ഇത്തരത്തിലുള്ള വേദന അനുഭവിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ അന്വേഷണവും നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നു. നഷ്ടപരിഹാരം ഉൾപ്പെടെ വേണമെന്നൊരു ആവശ്യം കൂടി ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറിൽ ആരോഗ്യമന്ത്രി അടക്കം ഇതിൽ പ്രതികരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ഈ ആശുപത്രിയിൽ ഉഷ ജോസഫും മകനും മകന്റെ ഭാര്യയും മാത്രമാണ് ഉള്ളത്. ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ CT സ്കാനിന് വേണ്ടി കയറ്റിയിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ ശസ്ത്രക്രിയ ഉൾപ്പെടെ കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമുണ്ടാകുക. ഇപ്പോൾ ഈ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അമൃത ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഉഷ. ഇന്നലെ രാത്രി 11:30 ശേഷമാണ് ഇവിടെ വന്ന് ഇപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഇപ്പോൾ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മകൻ ഷിബിൻ വ്യക്തമാക്കിയത് ഇന്ന് തന്നെ സർജറി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഡോക്ടർമാർ പറയുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ ശക്തമായി തന്നെ നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഷിബിന്റെയും അല്ലെങ്കിൽ ഉഷ ജോസഫിന്റെ കുടുംബത്തിന്റെ തീരുമാനം. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.